ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ചെയ്തതില് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. നമ്മളെ ആരോ ഭീഷണിപ്പെടുത്തുവാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് സഞ്ജുവിന്റെ വീട്ടിൽ വെച്ച് നടന്നതെല്ലാം ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കും അങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ആരായിരിക്കും നമ്മളിങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സഞ്ജുട്ടാ? ആരായാലും അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. അതിനാദ്യം അവരാരാണെന്ന് മനസ്സിലാക്കണ്ടേ? അവര് നിന്നോട് കാശോ മറ്റോ ചോദിച്ചോ? ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ വൈകാതെ അതിനുള്ള സാധ്യതയുണ്ട്. നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. സഞ്ജുവേട്ടൻ ഗോപാൽജിയോട് സംസാരിക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്താൻ പറ. അങ്ങനെയാവുമ്പോ നമ്മുടെ ഈ ഫോട്ടോസ് പുറത്തു വന്നാലും നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് ഈ ചീത്തപ്പേര് ഒഴിവാവും. ഡാഡി ഇതിന് സമ്മതിക്കുന്നു തോന്നില്ല. സഞ്ജുവേട്ടൻ ഗോപാൽജിയോട് ശാന്തമായിട്ടൊന്ന് സംസാരിച്ചു നോക്ക്. ഈ ഫോട്ടോസ് എല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ ഗോപാൽജിയുടെ പ്രതിച്ഛായക്ക് തന്നെയാ കോട്ടം തട്ടുന്നത്. അതേസമയം കല്യാണത്തിന് ശേഷമാണ് ഈ ഫോട്ടോസ് ലീക്ക് ആവുന്നതെങ്കിൽ നമ്മൾ ഇരകളാണെന്നും പറഞ്ഞ് പോലീസിന് വരെ പരാതി കൊടുക്കാം. ഇത് മാത്രമാ എന്റെ മുന്നിൽ ഒരു വഴിയായിട്ട് തോന്നുന്നത്. ബാക്കിയെല്ലാം സഞ്ജുവിന്റെ ഇഷ്ടം പോലെ. ശരി, ഞാൻ ഡാഡിയോട് സംസാരിച്ചിട്ട് നിന്നെ വിളിക്കാം. ആ ശരി സഞ്ജുവേട്ടാ. ഇനി നീ കുറച്ച് വെള്ളം കുടിക്കും. എന്നെ ഒഴിവാക്കാൻ നോക്കിയതല്ലേ, അനുഭവിക്ക്. സ്വപ്ന പറയുന്നതിലും കാര്യമുണ്ട്. ഈ ഫോട്ടോസ് എടുത്ത്